நீங்க தான் ஏதாவது செய்யணும் என்று எதிர்பார்த்து காத்திருக்கிறோ. நீங்க தான் ஏதாவது செய்யணும் என்று எதிர்நோக்கி காத்திருக்கின்றோ. நீர் சொன்ன வார்த்தையை பிடித்து கொண்டு, நீர் சொன்ன வார்த்தையை பிடித்து கொண்டு உங்க முகத்தையே நோக்கி இருக்கிறோ. உங்க முகத்தையே நோக்கி இருக்கிறோ. அற்புதமாடப்பா என் வாழ்க்கையில உம்மைத்தான் நம்பி இருக்கிறோ. அற்புதமாடப்பா எங்க வாழ்க்கையில உம்மைத்தான் நம்பி இருக்கிறோ. உம்மைத்தான் நம்பி இருக்கின்றோ. உம்மையன்றி யாரு இல்லையப்பா. உம்மைத்தான் நம்பி இருக்கிறோ. உம்மையன்றி யாரு இல்லையப்பா. പറഞ്ഞേ உம்மைத்தான் நம்பி இருக்கிறோ. உம்மையன்றி யாரும் இல்லையப்பா. ഹലോ പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. സുഖമായിരിക്കുന്നല്ലോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി അമ്മ സന്തോഷത്തോടെ വൈകുന്നേരം വരുമ്പം പിന്നെ ഹോംവർക്കൊക്കെ ചെയ്തിട്ടേ അവരെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. സ്തോത്രം. ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവർ കഴിവിൻ്റെ പരമാവധി ക്ലാസ്സിൽ വെച്ച് തന്നെ ഹോംവർക്കൊക്കെ ചെയ്യാൻ, ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഹോംവർക്ക് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴല്ലോ അവർക്ക് വീട്ടിൽ വരുമ്പം പണി അല്പം കുറഞ്ഞ് കിട്ടും. പിന്നെ നന്നായിട്ട് പഠിക്കട്ടെ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ. അവർ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ കലാലയത്തിൽ നിന്നാണ് ഈ ഒരു മനുഷ്യനെ അവൻ ഉരുവാകുന്നത് കലാലയത്തിൽ നിന്നാണ്. നല്ല രീതിയിൽ സ്വഭാവം അല്ലേ. എന്തിനാ പഠിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം? ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസം? അതല്ല. വിദ്യാഭ്യാസം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എഡ്യൂക്കേഷൻ ഈസ് എ ക്യാരക്ടർ ഫോർമേഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വഭാവ രൂപീകരണം ഒരു കുട്ടിക്കുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകുന്നത്. അവൻ അങ്ങനെ ഒരു രൂപീകരണം ഉണ്ടായില്ലെങ്കിൽ അവൻ വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും തീവ്രവാദിയോ ഒക്കെ ആയിപ്പോയിട്ട് അവൻ പലപ്പോൾ നല്ല വിദ്യാഭ്യാസവും കാണും, ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അല്ലേ, നല്ല മൾട്ടി നാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യാൻ പാകത്തിലുള്ള അറിവും ജ്ഞാനവും ഒക്കെ ഉള്ളവനായിരിക്കും ഏതെങ്കിലും കേസ് മയക്കുമരുന്നിനൊക്കെ പിടിവിട്ട് പോകുന്നത്. കണ്ടിട്ടില്ലേ? അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അവൻ എന്നാ ഉണ്ടായി? അവന് സ്വഭാവ രൂപീകരണം ഉണ്ടായില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്വഭാവ രൂപീകരണം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവം, മുതിർന്നവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാനുള്ളൊരു നല്ല സ്വഭാവം, നല്ല വിദ്യാർത്ഥി, നമ്മൾ പറഞ്ഞു നല്ല വിദ്യാർത്ഥി, അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടണം. സ്തോത്രം. ഞാൻ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ടെങ്കിൽ ഞാൻ രാവിലെ സമയമില്ല അതിനുള്ളത്. സ്തോത്രം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് നമ്മുടെ മുമ്പിൽ. മറ്റൊന്നുമല്ല, ഒരു നല്ല ശിഷ്യനാകുക. സ്തോത്രം. നല്ല ശിഷ്യനാകുക. വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് അലെത്തോസ് എന്ന വാക്കാണ് കേട്ടോ. അലെത്തോസ്. നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഡിസൈപ്പിൾ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വേർഡ് മാത്തേറ്റ്സ്. അതാണ് ഡിസൈപ്പിൾ എന്ന വാക്കിൻ്റെ ഗ്രീക്ക്. ഈ ഗ്രീക്കൊന്നും പഠിച്ചില്ലേലും മലയാളം ബൈബിൾ മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കുന്ന അയച്ചോട് നല്ലത്. ദൈവത്തിന് സ്തോത്രം. അതാണുള്ള ഭാഷാന്തരം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. അപ്പം വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഇത് നാട്ടുകാരുടെ വാക്കല്ല, കർത്താവിൻ്റെ വാക്കാണ്. വാസ്തവമായി. അപ്പം അവാസ്തവമായി അല്ലെങ്കിൽ ശരിക്കും അതിനൊരു ഭാഷ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്, അത് നമുക്ക് ഉപയോഗിക്കാം. അതാ ഉപയോഗിക്കുന്നത് നല്ലത്. ഈ ഗ്രീക്ക് വേർഡിനും കൊടുത്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത്, ഒരു കമൻട്രി കൊടുത്തിരിക്കുന്നത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ശിഷ്യന്മാരുമുണ്ട്. വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്.
അവിടെ വാസ്തവമായെന്ന് പറയാൻ കാര്യമുണ്ട്. അതൊന്ന് വായിക്കണ്ടേ. 8:21 സോറി 8:31 യോഹന്നാൻ 8:31 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, കണ്ടോ, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അത്ര മതി. സ്തോത്രം. അപ്പോൾ ഈ വചനത്തിൽ നിലനിൽക്കാതെ, വചനം അനുസരിക്കാത്ത, വചനത്തോട് കൂറ് പുലർത്താത്ത, വചനമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ നടക്കുന്ന, പ്രസംഗം മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിച്ചിട്ടില്ല, നിങ്ങളും അവരെ വിളിക്കരുത്. പക്ഷെ യേശു അവരെ വിളിക്കും, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിക്കും. സ്തോത്രം. നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണോ? ഉണ്ടോ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്? സ്തോത്രം. കർത്താവ് അത് പറയാൻ കാര്യം, നിങ്ങൾ വചനത്തിൽ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അതാണ് ഒറ്റ ക്വാളിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, സ്തോത്രം, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. കണ്ടോ? നിങ്ങൾ നിൽക്കുന്നുണ്ടോ? വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതോ വചനത്തിന് വെളിയിലാണോ, പുറത്താണോ? കർത്താവ് തന്നെ പറയുക, ബേബിക്കുട്ടി, പിന്നെ നീ ഡ്യൂപ്ലിക്കേറ്റാ. സ്തോത്രം. നിന്നെ ഞാൻ നീ ഒറിജിനലാകുമെന്ന് വിചാരിച്ച, പക്ഷെ നീ ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. കണ്ടോ? നമ്മളെ കണ്ട് കർത്താവ് എന്നാ പറയുക? ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? എല്ലാത്തിനും അങ്ങോട്ട് എന്നാ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. വാ തുറന്നൊരു അക്ഷരം മിണ്ടിയല്ല. തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യുന്നില്ല. സ്തോത്രം. തിരുത്തേണ്ടടുത്ത് തിരുത്തുന്നില്ല. എസെക്കിയേൽ പുസ്തകത്തിൽ തോന്നുന്നു ഒരു വാക്യമുണ്ട്: അവർ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞു കൊടുക്കേണ്ടവർ അത് ചെയ്യാതിരിക്കുന്നു, വെള്ള പൂശുന്നു. വായിച്ചിട്ടില്ലേ? അങ്ങനെയുള്ളവരെയൊക്കെ കർത്താവ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ്. അതൊരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ പറ്റിയല്ല. നമുക്കാകാൻ പറ്റുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ: ഒറിജിനലിനെ വെല്ലുന്ന ഒറിജിനലാകുക. സ്തോത്രം. ഒറിജിനലിനെ വെല്ലുന്ന ഒറിജിനൽ ആകുക. അതാണ് നമുക്ക് ദൈവം വച്ചിരിക്കുന്നത്. സ്തോത്രം. അല്ലാതെ ഇനി നാളെയും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്, നാളത്തെ കഴിഞ്ഞും ഡ്യൂപ്ലിക്കേറ്റ്, അയ്യോ എന്തായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരുടെ ലൈഫ് സ്റ്റൈല് പോലും ആരും പിന്തുടരത്തില്ല. ആരെങ്കിലും അങ്ങനെ പിന്തുടരുമോ? കർത്താവ് യഹൂദന്മാരെ നോക്കിയാണ് പറഞ്ഞത്. ഒരുപാട് പേരുണ്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്ന, ഒരുപാട് ആൾക്കാരുണ്ട്. അവസാനം ഒരു എക്സാമിൻ നടന്നു, ഒരു പരീക്ഷ നടന്നു. എല്ലാവരും പോയി, ചാക്കല്ലെണ്ണോ പോയി. ഇത് കഠിന ഉപദേശം, ഇതിന് ആർക്കും നിൽക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇച്ചിരി അയച്ചു തരുമെന്നാണ്. പക്ഷെ ഒരു രക്ഷയില്ല, ഭയങ്കര കട്ടിയാ, കട്ടി. ഉടനെ കർത്താവ് നോക്കിയപ്പോഴത്തേക്ക് 500 പേരുണ്ടായിരുന്നേ. കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പേരേ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ 12 പേര്. അവരോട് ചോദിച്ചല്ല, എല്ലാവരും പോയല്ലോ, എല്ലാവരും പോയി, ടീമിൽ നിന്ന് എല്ലാവരും പോയി, ഇനിയിപ്പോൾ ആരും ഇല്ല, ഞങ്ങൾ 12 പേരുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കും പോകാം. നമ്മളാണത് കേൾക്കാൻ നോക്കിയിരിക്കുക അല്ലേ? അയ്യോ, നമ്മളായിട്ട് പോകത്തില്ല, അവർ പറഞ്ഞു വിടുവാണെങ്കിൽ പോവാം ഇല്ലേ? സ്വതന്ത്രം. കർത്താവ് ഒട്ടും മടിച്ചില്ല. ഉള്ളിലെ സ്വതന്ത്രം ഗതി അറിയാൻ വേണ്ടിയല്ല കർത്താവ് ചോദിച്ചത്. കർത്താവ് അവൻ്റെ വായും കൊണ്ട് തന്നെ പറയിക്കണം. അതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന അവർ ചോദിച്ചത്. കാരണം ഇനി വേറെ ഒരു ഒറിജിനലില്ല. ഇപ്പോൾ ഒറിജിനലിൻ്റെ അടുത്ത് നിന്ന് ഇനി അങ്ങോട്ടാ പോണ്ടേ? സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങൾ ഒറിജിനലിൻ്റെ കൂടെയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെയാണോ? എൻ്റെ ചോദ്യം ഇന്ന് രാവിലെ അതാ. ഒറിജിനലിൻ്റെ കൂടെയാണെങ്കിൽ സ്തോത്രം, കർത്താവ് നിങ്ങളുടെ കൂടെ കാണും. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെയാണെങ്കിൽ ചെകുത്താൻ പോലും കാണിയല്ല. കാരണം എന്നറിയോ? നിങ്ങളെ ചെകുത്താനേയും കടത്തി വെട്ടി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാവിലെ നമ്മുടെ മൈൻഡ് സെറ്റിങ് ഒറിജിനലാണ്. നമ്മൾ വാസ്തവമായ ശിഷ്യന്മാരാണ്. പേരിൽ ഒരു ശിഷ്യനല്ല, നമ്മൾ ഒറിജിനലാണ്. ഒറിജിനലിൻ്റെ പ്രത്യേകത, ഒറിജിനൽ പോലെ വേറൊന്നില്ല. ഒറിജിനൽ പോലെ ഒറിജിനൽ മാത്രമേ ഉള്ളൂ.
ഒരു നിങ്ങളൊരു ശുശ്രൂഷകനാണോ? ആരെ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകം ചുമന്ന ഏത് വ്യക്തിയെ കണ്ടാലും അവരോട് അവർക്കൊന്ന് കൈ കൊടുക്കുകയും അവരോടൊന്ന് ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ് ഒറിജിനൽ. പിന്നെ അവരൊരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനലാണ്. ഒരു കസേരയിൽ നിങ്ങൾ 1 വർഷം ഇരുന്നു, 2 വർഷം ഇരുന്നു, ഒരു സ്ഥാനത്തിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒറിജിനലാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ. ഒരു മാറ്റമില്ലെന്നേ. കാരണം എല്ലാവർക്കും അവസരം കിട്ടണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒറിജിനലാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ഏറ്റവും കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും കർത്താവേ എൻ്റെ കാശില്ലെങ്കിൽ 100 രൂപയെങ്കിലും എനിക്ക് സ്വോത്രക്കാഴ്ച കിട്ടണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനലാണ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകാൻ കാലിന് സുഖമില്ല, നടക്കാനും പറ്റത്തില്ല, ഓട്ടോയോ വണ്ടിയും കിട്ടത്തില്ല, എന്നാലും കർത്താവ് എനിക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ ദൈവമേ ആ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറിജിനലാണ്. ഇങ്ങനെ ഞാൻ പറയാൻ പോയാൽ മിക്കവാറും ഡ്യൂപ്ലിക്കേറ്റിനെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റിനെ ഞാനതുകൊണ്ടായി എൻ്റെ പ്രിയരെ, വാസ്തവമായ ശിഷ്യന്മാര്, സ്തോത്രം, വാസ്തവമായിട്ടുള്ള ശിഷ്യന്മാര്, യഥാർത്ഥ ശിഷ്യൻ ആരാ? സ്തോത്രം. മാതൃക കാണിച്ചു കൊടുക്കുന്നവൻ. സ്തോത്രം. നല്ല മാതൃക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 2 വർഷമൊക്കെ കസേര ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകണം അവിടെ നിന്ന് കേട്ടോ. വേറെ ആൾക്കാർ ചിലരാണെങ്കിൽ എൻ്റെ ദൈവമേ, ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറയണേ, എൻ്റെ ഭാഷ ഇതെല്ലാം ചത്തു മാറാതെ ആ കസേര ഒഴിയല. എനിക്ക് ചിരിയും വന്നു അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ. കാരണം അദ്ദേഹം പറഞ്ഞതിനകത്ത് സത്യമുണ്ട് താനും. ഈ ഒരു പ്രാവശ്യം കസേര ഇരുന്നവന് പിന്നെ ഇറങ്ങിപ്പോകാൻ ഇച്ചിരി പാടാണ്. അതിനൊരു പ്രത്യേക ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതങ്ങ് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങി പോയില്ല. അവരെ കാലേ പിടിച്ച് വലിച്ച് താഴ്ത്താലും പോയില്ല. സ്തോത്രം. എൻ്റെ കൂടപ്പുറപ്പെ, നിങ്ങളുടെ ആ ഗ്രൂപ്പിനകത്തെ 10, 200, 300 പേരില്ലേ, ആരെയിലൊക്കെ ഇരിക്കട്ടെന്നേ. അവർക്കൊക്കെ നിങ്ങളൊന്ന് മാറി കൊടുത്താൽ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാ വർഷവും നിങ്ങൾ തന്നെ കുത്തിയിരിക്കുമ്പോൾ മഹാവൃത്തികേടാത്. അതിനകത്തൊരു നല്ല മാതൃകയില്ല കേട്ടോ, മാതൃകയില്ല. പിന്നെ വയ്യാത്തവരൊന്നും ഇതിന് പണിക്ക് പോവുകയും ചെയ്യരുത്. ചിലരങ്ങോട്ട് തീരെ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ്. അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ തഴയരുത്. അവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കണം, പിന്നെ വയസ്സൊക്കെ ആയില്ലേ, മതി, ഇനി മാറിയിട്ട് വേറെ ചെറുപ്പക്കാർ 10, 40, 35 വയസ്സുള്ള മുതലുള്ളവർക്ക് കൊടുത്തേര്. 35 വയസ്സ് മുതൽ. ഈ രസനെന്നറിയോ, നമ്മൾ തന്നെയാണ് നമ്മുടെ നിയമം ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് സർക്കാർ എഴുതുന്നൊന്നുമല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമമാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബയലോസാണ് ഇതെല്ലാം. അതേതെങ്കിലും ബഹുമാനപ്പെട്ട കോടതികൾ നമുക്ക് തന്നതല്ല, നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ. അതാണ് നമുക്ക് നിയമം. അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമമാണ്. എൻ്റെ പോളിസിക്ക് ഞാൻ പറയാം, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നേതൃത്വ സ്ഥാനത്തിലേക്ക് ഇരിക്കരുത്. സ്തോത്രം. നിങ്ങൾ ശുശ്രൂഷയെക്കാട്ടും മുമ്പോട്ട് പോക്കൂ, പക്ഷേ കസേര കാണരുത്. എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ എനിക്കുണ്ടാക്കുന്നതല്ല, ജനത്തിനത് ഉണ്ടാക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി 2 വർഷം ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിയേര് പോകാൻ. വാസ്തവമായിട്ട് ശിഷ്യനാകെ മാതൃക കാണിച്ചു കൊടുക്കുക പുറകെ വരുന്നവന്. ഒരു 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പോട്ടെ. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 151 രാജ്യത്ത് സഭകളുള്ള കേട്ടോ. എത്ര രാജ്യം? 151 രാജ്യത്ത് സഭകളുള്ള ഒരു ലീഡറിനെ ഞാൻ കണ്ടു. അയ്യോ, ഞാൻ അദ്ദേഹത്തെ ലീഡറെന്ന് തന്നെ വിളിക്കും. കാരണം എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ ആ സൗമ്യതയും അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലും. ഞാനും അദ്ദേഹത്തോട് കുറച്ചു നേരം ഞങ്ങൾ സംസാരിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നൈജീരിയക്കാരനാണെന്ന് തോന്നുന്നത്. നൈജീരിയയാണോ സാംബിയയാണോ ആ രാജ്യക്കാരനാണ്. സ്തോത്രം. അദ്ദേഹത്തിന് 151 രാജ്യത്താണ് സഭകളുള്ളത്. അയ്യോ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചർച്ചയിൽ കൂടുന്ന വിശ്വാസികൾ നമ്മുടെ എല്ലാ സഭകളും കൂടിയാൽ പോലും ഇല്ല.
സ്തോത്രം. എന്നിട്ടും ആ മനുഷ്യൻ അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷമാണ്. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷനിലേക്ക് അവർ വരത്തില്ല. അവർ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷനായിട്ട് പോവുക. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. അങ്ങനത്തെ ഒരു സിസ്റ്റം. ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരു 42 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 42 വയസ്സേ ഉള്ളൂ. ഏകദേശം 2700 സഭകളുടെ അധിപനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹമായിട്ട് കുറച്ച് ദിവസം ഞാൻ രാവിലെ അവിടെ ചെന്നപ്പം അദ്ദേഹം, ഞാൻ രാത്രിയിലെത്തിയത്, രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല. നോക്കുമ്പം ഈ മനുഷ്യൻ അവിടെ പോയിരുന്നു എൻ്റെ ചെരുപ്പ് തേച്ച് കഴുകുക. അയ്യോ, എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ച് പണിക്കാരനാരാന്ന് വിചാരിച്ചത്, അവിടുത്തെ ജോലിക്കാരൻ വല്ലതും ആയിരിക്കും വിചാരിച്ചത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറെ ആൾ ചോദിച്ചു, ഇത് നമ്മുടെ ഇവിടുത്തെ ലീഡറിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാം, ആ രാവിലെ നിങ്ങളുടെ ചെരുപ്പ് കഴുകിക്കൊണ്ടിരുന്നില്ല, അത് തന്നെ ലീഡർ. അയ്യോ, ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. മാതൃക കേട്ടോ, നല്ല മാതൃക. അതുകൊണ്ട് വയസ്സും പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ചുമ്മാ കസേരയെ കെട്ടിപ്പിടിക്കാണ്ടിരിക്കാതെയൊക്കെ ഇറങ്ങുക. വാസ്തവമായിട്ട് ശിഷ്യനിലോട്ട് വാ. നിങ്ങൾ എൻ്റെ വചനത്തിൽ ഇതൊക്കെ വചനത്തിൽ എഴുതിക്കുന്ന കാര്യമാണ്. സ്തോത്രം. നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായി. സ്തോത്രം. കഴിവുള്ളവരൊക്കെ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പൊക്കമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ എന്താ പറയുക, ബാലിശമായ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, വചനത്തിൽ നിലനിൽക്കാം. നമുക്ക് ചില ആളുകൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാം. എന്നിൽ നിങ്ങൾ ഞാൻ മാതൃകയുള്ളേ, വല്ല മാതൃകയുണ്ടോ? പിന്നെ നമ്മളെ അങ്ങ് സോപ്പിടാൻ വേണ്ടി ആൾക്കാർ പറയുന്നതേ ഉള്ളൂ, അയ്യോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ. ഒന്നുമില്ല. സ്തോത്രം. താഴോട്ട് വരാം. നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിച്ചാലോ? കർത്താവേ, എന്നെ നല്ല ശിഷ്യനാക്കണേ. സ്തോത്രം. എന്നെ നല്ല ശിഷ്യനാക്കണേ. പ്രാർത്ഥിച്ചാലോ? നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിഷിതമായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, എന്നെ നല്ലൊരു ശിഷ്യനാക്കണേ. കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ, ഈ സഹോദരി, ഈ കുഞ്ഞിനെ, ഈ മാതാവിനെ, ഈ ദൈവദാസനെ കർത്താവ് നീ നല്ലൊരു ശിഷ്യനാക്കി തോർത്ത്. സ്തോത്രം. അവരിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കാൻ ചെറുപ്പക്കാർക്ക് ദൈവം ഇടയാക്കണമേ. പുതിയ തലമുറകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരട്ടെ. കർത്താവെ, അങ്ങനെയുള്ളവരെ കർത്താവ് കൊണ്ടുവരുമാറാകണമേ. കർത്താവ്, ഇവിടെ സീനിയോറിറ്റി അല്ല, ക്രിസ്തുവിലുള്ള വാസ്തവ ശിഷ്യന്മാരാണ് ഇവിടെ ആവശ്യം. അതിനുവേണ്ടി ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കണം. ഒരുപാട് പേര് കൃപ നശിപ്പിച്ചു കളഞ്ഞവരുണ്ട്. ഒരുപാട് പേര് കർത്താവെ ആ പദവിക്ക് യോഗ്യരല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ പലരും ഇന്ന് ആ പദവിയിൽ ഇരിക്കുന്നുണ്ട്. കർത്താവെ, അത് മാറ്റി വാസ്തവമായ ശിഷ്യന്മാർ അതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ എത്തട്ടെ. ഏത് ടീമായിരുന്നാലും അതിന് നേതൃസ്ഥാനങ്ങൾ വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്തോത്രം. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല മാതൃകയുള്ളവരായി മാറട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, നമ്മിൽ കൂടെ ചില ആളുകൾ ദൈവത്തെ അറിയാൻ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ വാസ്തവമായി നിങ്ങളുടെ ശിഷ്യന്മാരാണ്. നിങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരുമായിട്ട് നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണെന്നും കൂടെ പറഞ്ഞു വെച്ചിരിക്കുക. ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.